ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു കോൺ മസാലേൻ്റെ റെസിപ്പിയും പിന്നെ നമ്മൾ വീട്ടിലൊരു ഗസ്റ്റ് ഉണ്ടെന്ന് കണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ ഒക്കെ ആയിട്ടാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻസൊക്കെ അറിയിക്കാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വേറൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ്, അതായത് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് അയച്ച് തന്നിട്ടുള്ള കേട്ടോ നമ്മളെ റെസിപ്പീസ് ട്രൈ ചെയ്തിട്ടുള്ള ഫോട്ടോസ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. പിന്നെ ഇതാ നമ്മൾ കോണ് അല്ലെങ്കിൽ ചോളം എന്നൊക്കെ പറയില്ലേ, അതാണ്. അപ്പോൾ ഇത് മൂത്താപ്പൻ്റെ വീട്ടിലുണ്ടായതാട്ടോ. നമ്മൾ മലപ്പുറം ജില്ലയിൽ തന്നെയാണ്. ഇളയതും മൂത്തതൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കുക്കറിലിട്ടിട്ട് ജസ്റ്റ് ഉപ്പ് മാത്രം ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അത്യാവശ്യം നല്ലോണം വിസിൽ വന്നോട്ടെ. അത് നല്ല വേവണമാണ് നല്ലത്. ഒരു 5-8 വിസിലൊക്കെ വന്നാലും കുഴപ്പമില്ല കേട്ടോ. ഞാനിത് ഇവിടെ വേവിച്ച് വെച്ചപ്പോഴത്തേന് തന്നെ അബിക്കാക്കും ആദ്യമൊക്കെ അത്യാവശ്യം കഴിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് 2 മാത്രം എൻ്റെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അതിൻ്റെ അല്ലികളൊരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് കോൺഫ്ലവറും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ കൈ ഒന്ന് നനച്ചതിന് ശേഷം മിക്സ് ചെയ്യുക. അതുപോലെ ഇങ്ങനെ ഒട്ടി പിടിച്ചിരിക്കണം. അഥവാ കോൺഫ്ലവർ ഇല്ലെങ്കിൽ അരിപ്പൊടി യൂസ് ചെയ്യാം, പക്ഷേ ടേസ്റ്റ് കോൺഫ്ലവറാണ്. ഇനി ഇത് നല്ല ഓയിലിൽ നല്ല മുങ്ങി പൊരിഞ്ഞിട്ട് എടുക്കുക. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ പൊരിച്ചെടുക്കാൻ. ഈ പൊരിച്ചെടുക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് വേവിച്ച പാടന്നെ മസാലകളൊക്കെ ചേർത്ത് കഴിക്കാം കേട്ടോ. ഇതാകെ കുറച്ചുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ ചാട്ട് മസാലയും കൂടിയാണ് ചേർക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു പകുതി നാരങ്ങൻ്റെ നീരും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നമ്മൾ ഷോപ്പിംഗ് മാളിലും പിന്നെ ബാർബിക്യൂ നേഷനിലൊക്കെ പോയാൽ അവിടുത്തെ ഒരു മെയിൻ സംഭവമാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ സാധാരണ ഇത് കഴിക്കാറില്ല ഈ വേവിച്ചത്. അപ്പോൾ ഇങ്ങനെ ആക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ കഴിച്ചു. ഇതിൽ ഉള്ളി അരിഞ്ഞിട്ടോ തക്കാളി അരിഞ്ഞിട്ടൊക്കെ ചേർത്ത് കൊടുക്കാം, മല്ലിയിലൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ, നമ്മളെ ഇഷ്ടത്തിന്. അപ്പോൾ എല്ലാവരും അറിയാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻസൊക്കെ അറിയിക്കാനും മറക്കരുത്. ഇതാണ് കേട്ടോ പുതിയ ഗസ്റ്റ്. സംഭവം കഴിഞ്ഞ മാസം എടുത്ത് വെച്ച വീഡിയോ ആണ്. കൊണ്ടുവന്ന അപ്പം തൊട്ടിട്ട് ഈ വണ്ടിയിൽ ഈ ഹെൽമെറ്റ് വിട്ടിരിക്കുന്നതാണ് കേട്ടോ. ഫാസിനോൻ്റെ ഒരു ലേറ്റസ്റ്റ് മോഡലാണ്. ഇപ്പോൾ പഴയ ഫാസിനോനെക്കാട്ടി നല്ല അടിപൊളി ലുക്കാണ് കേട്ടോ. അപ്പോൾ ചിലവർക്ക് മഞ്ഞൊന്നും ഇഷ്ടപ്പെടില്ല, പക്ഷെ നല്ല അടിപൊളി എല്ലാ കളറും ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് മഞ്ഞ വെസ്പ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കളർ സെലക്ട് ചെയ്തത്. ഇത് ബാക്കിൽ നിന്നൊക്കെ നോക്കുമ്പോൾ ശരിക്കും ഒരു വെസ്പൻ്റെ ലുക്ക് ഉണ്ട്. അപ്പം ആദ്യം വെസ്പ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ അത് കുറച്ചും കൂടി കോസ്റ്റ്ലിയാണ്. ഇത് അത്ര തന്നെ അല്ല. അപ്പോൾ ഇങ്ങനെ സ്കൂട്ടിയൊക്കെ എടുക്കാൻ ആർക്കെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ നല്ലൊരു വണ്ടിയാണ്. 125cc ആണ്. ഉള്ളിലും പുറത്തൊക്കെ നല്ല സ്പേസ് ഉണ്ട്. പിന്നെ ക്രാഷ് ഗാർഡ് ഇടാതാണ് കേട്ടോ അത് കൂടുതൽ ലുക്കുള്ളത്. പിന്നെ എൻ്റെ ഡ്രൈവിംഗ് പൊളി അതിനെക്കൊണ്ട് ക്രാഷ് ഗാർഡ് ഇട്ടതാണ്. അപ്പോൾ അത്രയൊക്കെയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും കമൻസൊക്കെ അറിയിക്കാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.